നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഫ്രാങ്കോയുടെ കുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 6 മാസം വളർച്ചയെത്തിയ കുഞ്ഞിന്റേതാണ് മൃതദേഹം. പ്രസവ വേദന വന്നതോടെ പള്ളിക്ക് പിറകിൽ വന്ന് പ്രസവിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി എം മുബാറക്ക് ചേരുന്നുണ്ട്. മുബാറക്ക്, വിശദാംശങ്ങൾ. കോഴിക്കോട് നിന്ന് ഒരു അതിദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് നഗരത്തിലെ മദർ ഓഫ് ഗോഡ് ദേവമാതാ കത്തീഡ്രലിന് സമീപമാണ് ഇന്ന് വൈകുന്നേരം ഒരു 5 മണി 5:30 കൂടി ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് പൊക്കിൽ കൂടി പോലും അറുത്തു മാറ്റാത്ത രീതിയിലായിരുന്നു മൃതദേഹം. പള്ളിക്ക് സമീപം രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൃതദേഹം കണ്ടതോടുകൂടി നാട്ടുകാരാണ് ഈ പള്ളിയിൽ അച്ഛനെയും അതുപോലെ പോലീസിനെയും എല്ലാം വിവരമറിയിച്ചത്. ഉടൻ തന്നെ കോഴിക്കോട് ടൗൺ പോലീസും അതുപോലെ തന്നെ ACP ജോൺസൺ KG അടക്കമുള്ള ആളുകൾ അവിടെ എത്തി. നിലവിൽ ഈ പ്രസവിച്ച ഈ സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ പള്ളി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലൂടെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശിനിയായിട്ടുള്ള ഫ്രാങ്കോ എന്നൊരാളുടെ കുട്ടിയാണിത്. നിലവിൽ ഇവരുടെ ഈ യുവതിയെ പോലീസ് തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടൗൺ ACP പറഞ്ഞതനുസരിച്ച്, ഈ ജോൺസൺ ACP പറയുന്നതനുസരിച്ച് ഏകദേശം 6 മാസം വളർച്ചയെത്തിയ ഒരു കുട്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. പാലക്കാട് നിന്നുമുള്ള ഒരു തീർത്ഥാടന സംഘത്തിലാണ് ഇവർ. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ഈ പള്ളിയിൽ തീർത്ഥാടനത്തിനായി എത്തിയതാണ്. 3 ബസ്സുകളിലായാണ് ഇവർ എത്തിയത്. ഇതിൽ ഈ പ്രസവ വേദന അനുഭവപ്പെട്ടപ്പോൾ പള്ളിക്ക് പിന്നിലെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഈ യുവതി മാറുകയായിരുന്നു. അവിടെ വെച്ച് പ്രസവിക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. ഭയം കാരണമാണ് വിവരം ആരോടും പറയാതിരുന്നതെന്നും കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചുവെന്നും യുവതി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇവരെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇവരുടെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ ഇവിടെ ഇപ്പോൾ നിലവിൽ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘങ്ങളടക്കം പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എന്തെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ ഈ തീർത്ഥാടക സംഘങ്ങളെ അടക്കം അന്വേഷിച്ച് കണ്ടെത്തി അവരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലീസ് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും ഒരു അതിദാരുണമായ സംഭവമാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ വരുന്നത്. സോന, തീർച്ചയായും അതിദാരുണമായ സംഭവമാണ്. കോഴിക്കോട് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.